കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിലെ കണ്ടിന്യൂഷൻ. അനേക കാര്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് ആ 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ സ്തോത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. വീണ്ടും ജനനം, ബോണഗെയിൻ എന്നുള്ള വിഷയമാണ് അതിൽ നിഴലിച്ചു നിൽക്കുന്നത്. ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1-ന്റെ 23-ാമത്തെ വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ജനിച്ചിരിക്കുന്നു. 1-5 ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ നല്ലൊരു അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വചനത്താൽ ജനിച്ചിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിലെ ഒരു വിഷയം കൂടി ഒരു വാക്യം കൂടി ഞാൻ പറയാനിടയായി തീർന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ പാർട്ട്, സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വചനത്താലൊരു ജനനം ഒരു പുതിയ നിയമ വിശ്വാസിക്കുണ്ടാകണം. ഇന്ന് സംഭവിക്കുന്നില്ല. ഇന്ന് കഷ്ടത മാറ്റി, കടം മാറ്റി, ബുദ്ധിമുട്ട് മാറ്റി, ഞെരുക്കം മാറ്റി, അവരുടെ ഭൗതിക ആവശ്യങ്ങൾ അവർ പറയുന്ന തോതിൽ കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി നേടിക്കൊടുത്ത് അതിൽ സന്തോഷിക്കുന്ന ശുശ്രൂഷാവൃന്ദങ്ങളും വിശ്വാസികളുമാണ് ഇന്ന് ഭൂമിയിൽ ഏറെയും എന്ന് പറയുന്നതിൽ വലിയ ദുഃഖമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമുക്കെല്ലാം കിട്ടും, നമുക്കെല്ലാമായി എന്ന് ചിന്തിക്കുന്ന വ്യർത്ഥമായ ചിന്താഗതി ആത്മീയഗോളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ പോലെ ആയിത്തീർന്നു. കഷ്ടതയിലായിരുന്നു, ബുദ്ധിമുട്ടിലായിരുന്നു, ഞെരുക്കത്തിലായിരുന്നു ഞങ്ങളെ പിതാക്കന്മാർ. ഞങ്ങളെ കഷ്ടപ്പാടിലൂടെ നടത്തി. ഇന്ന് ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായിരിക്കുന്നു, നല്ല കാര്യം. പക്ഷേ അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിരക്കുന്നതല്ലെന്ന് ഭക്തന്മാരായ നമ്മൾ നന്നായി മനസ്സിലാക്കും. അത് മറ്റൊരു സുവിശേഷമാണ്, മറ്റൊരു ആത്മാവാണ്, മറ്റൊരു ക്രിസ്തുവിനെയാണ് ആ കൾട്ട് ഉപദേശത്തിലൂടെ ജനത്തെ ശുശ്രൂഷകന്മാർ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും മാറ്റുന്ന സുവിശേഷമല്ല സുവിശേഷം. കർത്താവിനെ കണ്ടെത്തിയാൽ ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും, മരണഭീതി ഉണ്ടാകും, പട്ടിണി കിടക്കേണ്ടി വരും, ഉപദ്രവങ്ങളുണ്ടാകും. ഇതിൻ്റെ എല്ലാം നടുവിൽ ചഞ്ചലപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ ശക്തമായി മുന്നേറുന്നൊരു ക്രിസ്തുജീവിതമാണ് ജീവിതം. അതാരും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. എല്ലാം ഒരു ഒഴുക്കം മട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അനുഗ്രഹം, നന്മ, വിടുതൽ. പത്രോസ് പറഞ്ഞത് കേട്ടു, വീണ്ടും ജനിച്ചിരിക്കുന്നു. യാക്കോബ് പറഞ്ഞു, സത്യത്തിൻ്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വചനത്താൽ ഒരു ജനനം കിട്ടിയ ഒരു ആത്മീയ ശിശുവാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ. ആ രക്ഷിക്കപ്പെട്ട ആത്മീയ ശിശു രക്ഷയ്ക്കായി വളരണം. ഇവിടെയാണ് ക്രൈസ്തവഗോളം അമ്പയെ പരാജയപ്പെട്ട് കിടക്കുന്നത്. രക്ഷിക്കപ്പെട്ട ആത്മീയ ശിശുവിന് ആത്മീയ വളർച്ച ലഭിക്കുന്നില്ല. ആത്മീയ വളർച്ച, ആത്മീയ വർധനവും, ആത്മീയ നിറവ് കിട്ടുന്നില്ല. രക്ഷിക്കപ്പെട്ട അന്നു മുതൽ പിന്നെ പ്രസംഗം അനുഗ്രഹം, നന്മ, വിടുതൽ. എൻ്റെ പൊന്നു ദൈവമക്കളെ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവാനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ദൈവകൽപ്പനയായി സ്നാനപ്പെട്ടത്. ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവുമാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടത്. ഇനി നമ്മുടെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വരവിനുള്ളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ക്ഷയം, പാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിലായി ഒരുങ്ങണം. ആ ഒരുക്കം പൂർത്തീകരിക്കാൻ ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവുണ്ടാകണം. അതെവിടെ ഇന്ന് സഭകളിൽ? എത്രയോ പ്രസംഗങ്ങളിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു പ്രസംഗം നിങ്ങൾക്ക് എടുത്തുനിന്ന് കേൾപ്പിക്കാമോ? ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ പരിമിതമാണ്. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. എന്നാൽ അപ്പോസ്തലന്മാർ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ
അവരെ അന്ത്യകാല രക്ഷയിലേക്ക്, അല്ലെങ്കിൽ കാഹളം ധരിച്ചു വരുമ്പോൾ ഉയർപ്പോ രൂപാന്തരമോ കിട്ടത്തക്ക നിലയിൽ അവരെ ആത്മീയമായി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ആത്മീയമായി ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ആത്മീയ വർധനം, ആത്മീയ വളർച്ച, ആത്മീയ നിറവിലേക്ക് അപ്പോസ്തലന്മാർ സഭയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യും. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിത്വത്തോളം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ജനിച്ച കുഞ്ഞ് വളരണം. വളരണമെങ്കിൽ എന്ത് ചെയ്യണം? പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരണം. ആകയാൽ സകല ചതിയും, സകല ദുഷ്ടതയും, എല്ലാ ചതിയും, എല്ലാ വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വീണ്ടും ജനിച്ചു, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, സത്യത്തിൻ്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അപ്പോസ്തലന്മാർ ഉപദേശം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്യണം? 1-ാം അധ്യായത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, 2-ാം അധ്യായത്തിൽ വളർച്ചയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇതാരും പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പ്രത്യേകത ഏതാ? രക്ഷിക്കപ്പെട്ടവൻ രക്ഷയ്ക്കായി വളരണം, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടണം. അതിനാണ് ശുശ്രൂഷ വരെ വെച്ചിരിക്കുന്നത്. മായമില്ലാത്ത പാൽ കൊടുത്ത് വിശ്വാസിയെ വളർത്തിയെടുക്കണം. അതിന്ന് കാണുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഊതിയിട്ടും ഉന്തിയിട്ടും കൊലപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും ഭൗതിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച് അതിൻ്റെ ചില നന്മകളും പ്രാപിച്ച് ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഒരുപോലെ സന്തോഷിച്ച് ആർത്തുല്ലസിച്ച് നരകത്തിൽ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ല, നമ്മൾ വീണ്ടും ജനിച്ചതല്ല, നമ്മൾ വീണ്ടും ജനിപ്പിച്ചതാ. എന്തിനാ വീണ്ടും ജനിപ്പിച്ചത്? ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം പ്രാപിക്കാൻ. അപ്പം അങ്ങനെ അവകാശം പ്രാപിക്കാനായിട്ട് നമ്മളെ വീണ്ടും ജനിപ്പിച്ചെങ്കിൽ ചുമ്മാ നടക്കും. അത് രക്ഷയ്ക്കായി വളരണം. രക്ഷയ്ക്കൊരു വളർച്ചയുടെ പടികളുണ്ട്. എനിക്കൊരു മോളുടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവൾ പ്രസവിച്ച് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. അതിനെ വളർത്തിക്കൊണ്ടിരിക്കുക. 5.5 വയസ്സായി. ഈ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒരു 3-3.5 വയസ്സ് വരെയൊക്കെ എനിക്ക് തോന്നുന്നു 4 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ വാരി വെച്ചു കൊടുക്കണം. ഇപ്പോൾ ഒന്നും വേണ്ടപ്പാ. മേശപ്പുറത്ത് കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അതങ്ങ് തിന്നോളും. വാരി വലിച്ചങ്ങ് തിന്നോളും. സ്വാദിഷ്ടമുള്ളതും മധുരമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അങ്ങനെ തിന്ന് അങ്ങനെ ഇരിക്കും അവൻ. ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട് 4, 5, 10, 15, 20, 30, 40 വർഷമായി സ്വന്തമായിട്ട് ആത്മീക ആഹാരം വചനത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ, രോഗമാണെങ്കിൽ സൗഖ്യത്തിന്, മറ്റ് വിവിധ പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നങ്ങൾ കേട്ട നിലയിൽ ദൈവസ്ഥലത്ത് പ്രാർത്ഥിച്ച് ആത്മാവുദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ ആത്മാവിൽ ബലപ്പെട്ട് വളർച്ച പ്രാപിക്കുന്ന എത്ര വിശ്വാസികൾ ഇന്ന് പെന്തക്കോസ് കോളത്തിലുണ്ട്? ചോദ്യമായിട്ട്. 25 വർഷം ഞാനും രക്ഷിക്കപ്പെട്ടതിന് ശരിക്കും വളർച്ച ഉണ്ടായില്ല. സത്യമായിട്ട് ഞാൻ പറയുക, ഒരാത്മീയ വളർച്ച ഉണ്ടായില്ല, ഒരാത്മീയ വർധനം ഉണ്ടായില്ല, ഒരാത്മീയ നിറവ് ഉണ്ടായില്ല. അഭിഷേകം പ്രാപിക്കുന്ന 25 വർഷത്തിന് ശേഷമാണ്. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യണം, അല്ലെങ്കിൽ വചനം പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾക്ക് താല്പര്യങ്ങളും ഹൃദയത്തിൽ വന്നു. പിന്നെ അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനിടയായി. കർത്താവ് അത്ഭുതകരമായുള്ള വഴികളൊക്കെ തുറന്നു. പത്യവചനം, പത്യോപദേശം പഠിപ്പിക്കുന്ന പിതാക്കന്മാരിൽ നിന്ന് അത് പഠിച്ചെടുക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അങ്ങനെ അപ്പോസ്തല ഉപദേശം, പത്യവചനം, പത്യോപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം എന്ന നിലയിൽ ദൈവവചനം പഠിക്കാനിടയായി. അങ്ങനെ പഠിച്ച് വന്നപ്പോഴാണ് വീണ്ടും ജനനം പ്രാപിച്ച കുഞ്ഞ് വളർച്ചയിലേക്ക് വരണം. രക്ഷയ്ക്കായി വളരണം, അന്ത്യകാല രക്ഷയ്ക്കായിട്ട് വളരണം. കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരമോ ഉയർപ്പോ കിട്ടത്തക്ക നിലയിൽ ഈ കുഞ്ഞ് വളർന്നു വരണം. ഇത് ശൈശവാവസ്ഥയിൽ കിടന്ന് അവിടെ കിടക്കത്തുള്ളൂ. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ ജീവിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനോട് തിരിച്ചു കളഞ്ഞു. അപ്പോൾ പക്വത പ്രാപിക്കുന്ന, വളർച്ച പ്രാപിക്കുന്നെങ്കിൽ കുഞ്ഞായിട്ട് അവിടെ കിടന്ന് നശിച്ചു പോകും. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഭകളിലൊക്കെ 20, 30, 40 വർഷമായ കുഞ്ഞുങ്ങൾ കിടക്കുക, തമ്മിൽ തല്ലുക, വഴക്കുണ്ടാക്കുക. കൺവെൻഷൻ നടത്തുമ്പോൾ ഇവരുടെ അടിയൊന്ന് കാണേണ്ടത് തന്നെയാണ്. സ്വത്രം. കൗൺസിൽ യോഗങ്ങൾ നടക്കുമ്പോൾ
കൗൺസിൽ അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് യോഗം നടക്കുമ്പോൾ, ജനറൽ കൺവെൻഷൻ നടന്ന് കണക്ക് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി കിടന്നൊരു അടിയുണ്ട്, ഭയങ്കര അടി. അതെന്ത് രസമാണ് കാണാൻ. ചീത്ത വില വിളിക്കും കിടന്ന്. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. അപ്പോൾ നമ്മുടെ ആത്മീയ കൂട്ടങ്ങൾ ജഡീകന്മാരായി വളർച്ചയില്ല, രക്ഷയ്ക്കായി വളരുന്നില്ല. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ ഇത് വിടുന്നില്ല. ഇത് വിട്ടാലേ മായമില്ലാത്ത പാൽ ഉള്ളിൽ ചെല്ലത്തുള്ളൂ. ഈ മായമില്ലാത്ത പാൽ ഉള്ളിൽ ചെല്ലാൻ 5 വിധ സ്വഭാവ വിശേഷങ്ങൾ തടസ്സമായിരിക്കുന്നു എന്ന് പത്രോസ് ആത്മാവിൽ പഠിപ്പിക്കുക. സകല ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഈ 5 കാര്യങ്ങൾ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് ഉപദേശം കൊണ്ട് ശുശ്രൂഷകന്മാർ ഈ 5 പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അവർ മാനസാന്തരപ്പെടാൻ അവരെ ദൈവവചനത്തിൻ്റെ സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന്ന് നടക്കുന്നില്ല. വീണ്ടും ജനനം പ്രാപിച്ചു സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക. എങ്ങനെ വളരാനാ? അത് 109-ാം സങ്കീർത്തനം, പകയുടെ വിദ്വേഷത്തിൻ്റെ സങ്കീർത്തനം, പ്രതികാരത്തിൻ്റെ സങ്കീർത്തനം. പുതിയ നിയമത്തിൽ വരുമ്പോൾ തമ്മിൽ സ്നേഹിക്കുക എന്ന പ്രമാണം. ഹല്ലേലൂയ. അപ്പോൾ രക്ഷയ്ക്കായിട്ടൊരു വളർച്ചയുണ്ട്, ഒരു ആത്മീയ വളർച്ചയുണ്ട്, ഒരു ആത്മീയ വർധനവുണ്ട്, ഒരു ആത്മീയ നിറവുണ്ട്. അതിലേക്ക് ദൈവസഭ വരണം. എബ്രായ ലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ 5-ാം അധ്യായം സ്തോത്രം, ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. പഴയ നിയമത്തിലെ കാര്യങ്ങൾ അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൗലോസ് പറയാം, ഇതിനെക്കുറിച്ച് വളരെ നിങ്ങൾക്ക് പറവാനുണ്ട്. സ്തോത്രം. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നുണ്ട് തെളിയിച്ചു തരാൻ വിഷയം. ഈ മാന്യം എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങൾ ജനിച്ച് വീണെങ്കിലും മന്ദിച്ച് കിടക്കും. 6 മാസം 1 വർഷമൊക്കെങ്കിലും മന്ദിച്ച് കിടക്കും. പാല് കുടിച്ചാൽ പിന്നെ ഇങ്ങനെ മന്ദിച്ച് കിടക്കും. മാന്യം ശൈശവാവസ്ഥയുടെ ഒരു ലക്ഷണമാണ്. വചനം ഉള്ളിലോട്ട് കയറത്തില്ല, മന്ദിച്ചിരിക്കുക. വല്ലവരും ഊതിയിടാൻ വന്നാൽ 4 കരണം പറയും, ഉന്തിയിടാൻ വന്നാൽ 4 കരണം പറയും. കുരപ്പിക്കാൻ പറഞ്ഞാൽ പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കും. ചിരിക്കാൻ പറഞ്ഞാൽ പേ പിടിച്ച് ചിരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടിരിക്കും. ചാടാൻ പറഞ്ഞാൽ കിടന്ന് ചാടും. ഇതൊന്നും കർത്താവും അപ്പോസ്തലന്മാരും ചെയ്തില്ല പ്രിയമുള്ളവർ. ഇതൊക്കെ ഫേക്ക് മെസ്സേജുകളാണ്. ഇത് പൈസ ഉണ്ടാക്കാൻ, ധനമുണ്ടാക്കാൻ, ധനസംഹാരത്തിന് വേണ്ടി കള്ളപ്രവാചകന്മാരും ദുർവിഷക്കന്മാരും കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വേലത്തരമാണ്, ഒരു അടവാണ്. ദൈവജനം സൂക്ഷിച്ചുകൊള്ളുക. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വിലകളെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക, കടപറച്ചു കളയുന്നവർ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം മാന്യമുള്ളവരായി തീർന്നുകൾ തെളിയിച്ചു തരാൻ ക്ഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളിൽ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്താൽ പരിജ്ഞാനമില്ലാത്തവനത്രേ. അവന് ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയാൻ തലക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. ആത്മീയ വളർച്ചയെത്തിയ പ്രായമുള്ള വിശ്വാസികൾക്ക് ആത്മീയ ആഹാരം ഭക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഉന്തും കൊരയും ചിരിയും ചെറുതലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി നേരെ നരകത്തിൽ പോയി വീഴാനിടയായിട്ട്. ഞാനതങ്ങ് തുറന്നു പറയുക. സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുന്നവർ വളരെ വിരളമാണ്. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക, പുതിയ നിയമസഭയെ ഉപദേശിക്കുവാൻ ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ പഥ്യവചനം, പഥ്യോപദേശം ആത്മാവിൽ പ്രാപിച്ചെടുത്ത് പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എഴുന്നേറ്റ് വരാൻ ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ രക്ഷയ്ക്കായി വളരണമെന്ന് നമ്മൾ കേട്ടു. രക്ഷയ്ക്കായി വളരാൻ എന്ത് ചെയ്യണം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ വിടണം. 5 വിധം പാപങ്ങൾ വിടണം. ഈ പാപം സ്വത്രം വെച്ചുകൊണ്ട് ഈ മായമില്ലാത്ത പാല് കുടിക്കാൻ പറ്റത്തില്ല. കുടിച്ചു കഴിയുമ്പോൾ കക്കി പോരും. ഇത് ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്ക് ചെല്ലത്തില്ല. ഇത് നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്താൻ ഇടയാകത്തില്ല.
ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിൻ്റെ ഈ ഉപദേശം നന്നായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. സകല ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വാഞ്ചിക്കണം, കർത്താവ് തരും. വാഞ്ചയില്ലാത്തവന് കിട്ടത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 13 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നിങ്ങളെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അവിടെ വരുമ്പോൾ വായിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങൾ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കും. അപ്പോൾ വിശുദ്ധരായ ദൈവത്തെ നമ്മൾ പിൻപറ്റുമ്പോൾ നമ്മൾ വിശുദ്ധന്മാരായിരിക്കണം. അശുദ്ധി വസിക്കുന്നിടത്ത് ദൈവം വരത്തില്ല. അശുദ്ധിയുള്ള ജീവിതങ്ങളിൽ ദൈവം ഇടപെടത്തില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമ്മുടെ അകത്തെ മനുഷ്യനിൽ ആത്മാവിൻ്റെ ബലം 1 by day ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആത്മാവിൽ ബലപ്പെട്ടിരിക്കണം. പുറമേൾ ക്ഷയിച്ചു പോകാനും അകമേളിൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ 14 മുതൽ നിങ്ങൾ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ ഈ വിശുദ്ധിയുടെ മാനദണ്ഡം കർത്താവിൻ്റെ വിശുദ്ധി. ഇതൊന്നും ഇങ്ങനെയുള്ള ഉപദേശങ്ങളും സഭയെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ജനമെല്ലാം അശുദ്ധിയെ കിടന്ന് പെരളുക. ദൈവം വിശുദ്ധൻ, അതുപോലെ നമ്മൾ വിശുദ്ധരായിരിക്കും. കർത്താവ് നിർമ്മലൻ, നമ്മൾ നിർമ്മലനായിരിക്കും. അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, ഇത് മൂന്നും ഉണ്ടാകണം നമുക്ക്. ഇതുണ്ടാകാതെ സ്വർഗത്ത് പോകേണ്ടതിൽ ഇവിടെ പാട്ടും പാടി കഞ്ഞിയും കുടിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ കംഫർട്ടാക്കി നല്ലൊരടക്കം കിട്ടി യാതനാ സ്ഥലത്ത് പോയി പുഴുവരിക്കുന്നിടത്ത് കിടക്കേണ്ടി വരും. എന്താ കാര്യം? രക്ഷയ്ക്കായി വളരണം. വളർച്ചയുടെ ഘട്ടങ്ങൾ വിശ്വാസി ചവിട്ടിക്കയറണം വചനത്തിൽ. അതിന് പറ്റിയ ഉപദേശകന്മാർ, ശുശ്രൂഷകന്മാർ വളരെ വിരളമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെ പ്രസംഗിച്ചാലും പോയി കേട്ടുകൊള്ളുക. അല്ലാത്ത ഉപദേശങ്ങൾ കൊണ്ട് ആത്മീയ ശിശുവിന് വളരുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായി പിന്നിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. മുഖപക്ഷം കൂടാതെ. നമ്മളൊക്കെ മുഖപക്ഷം ചെയ്ത് നോക്കുന്നവരാണ്. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പഠനവും ഒക്കെ നോക്കുന്നു. കർത്താവ് അങ്ങനെ നോക്കുന്നു. സ്തോത്രം. മുഖപക്ഷം കൂടാതെയുള്ളൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പത്രോസ് പറയുകയാണ്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ദൈവ ഭയത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. വൃത്തവും പിതൃപാരമ്പവുമായ നിങ്ങൾ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ് വീണ്ടെടുത്തത്. യേശുവിൻ്റെ രക്തം കൊണ്ടാണ് വിലയ്ക്ക് വാങ്ങിയത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമുക്ക് മക്കളും അവകാശികളുമായി മാറ്റപ്പെട്ടത്. എഫേസ്യർ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലെ, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിലാണ് ദൈവം അതിൽ ജീവിക്കേണ്ടത്. അല്ലാതെ തന്നിഷ്ടപ്രകാരം പോയാൽ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം. കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തിടത്തിലെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പ്രധാനമായ ഒരു ഉപദേശം, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായി ബന്ധിരിക്കുന്നത്. സ്തോത്രം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നത്. നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രവാസകാലം
ഭയത്തോടെ കഴിയും. വ്യർത്ഥവും പുതുപാരം പോലുമായ നടപ്പിൽ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി അടിഞ്ഞു പോകുന്ന സ്തോത്രം, പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പം നമ്മൾ വീണ്ടെടുത്തിരിക്കുന്ന രക്തം കൊണ്ടാണ്. സ്തോത്രം, അത് പിതാവ് ചെയ്തതാണ്. യേശുവിൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. വീണ്ടെടുത്തു, ദത്തെടുത്തു, രക്ഷിച്ചു, വേർചൊല്ലി വിളിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പാട്ടും പാടി പോയാൽ അങ്ങും ഇങ്ങും എത്തത്തില്ല. രക്ഷിക്കപ്പെട്ടവൻ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടണം. സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചവൻ ആത്മാവിനനുസരിച്ച് നടക്കണം. ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കണം. ആത്മഫലങ്ങളാൽ നിറയണം. ആത്മാവിൽ 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 എല്ലാം ആത്മാവിലായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുൻനിയമിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന് തേജസ്സും ബഹുമാനവും കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിക്കും. ഈ ഉറ്റു സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം പോലെ ഉയരമുള്ള ഉപദേശമാണ്. ഉറ്റു സ്നേഹിക്കുക. നമ്മൾ ആരും അത് ചെയ്യാറില്ല. ഒരു സ്നേഹമുണ്ട്, നോർമൽ സ്നേഹം. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യണം? വ്യർത്ഥവും പിതൃപാരമ്പവുമായിട്ടുള്ള നടപ്പിൽ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന വെള്ളി പൊന്ന് അഴിപോലെ വസ്തുക്കളിൽ ക്രിസ്തു എന്ന നിഷ്കളങ്കമായ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എത്രയെന്ന് അറിയുന്നുവല്ലോ. അവർ ലോകാവസ്ഥാനത്തിൽ മുമ്പേ മുന്നറിഞ്ഞവരും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കുരുന്തരേലം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പിച്ചെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾക്കും ഒരാത്മീകമായ ഉയർപ്പുണ്ട്. സത്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളുടെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിട്ടുള്ള ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിപ്പി. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വീണ്ടും അതിനകത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ജനിച്ചവൻ എന്ത് ചെയ്യണം? വളരണം, വളരണം, വളരണം. ആത്മീയ വളർച്ച, ആത്മീയ വർധനം, ആത്മീയ നിറവ് ഇത് കാണുന്നില്ല. ഇത് വിശ്വാസികളുണ്ടായാലേ ആത്മാവ് സ്വർഗത്ത് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് കിടക്കേണ്ടി വരും. ഹല്ലേലൂയ, 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 സ്തോത്രം. സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. സ്തോത്രം. സകല ജഡവും പുല്ല് പോലെയാ, പൂ പോലെയാ, നിഴൽ പോലെയാ. ഓ ദൈവമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ, മറ്റുള്ളവരുടെ കയ്യടി നേടാൻ നമ്മൾ ആത്മീയത നയിച്ചാൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. ഇപ്പോൾ ഞാൻ മനുഷ്യനെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ദാസനല്ലേ, ഇവർ ദാസനല്ലേ? അത് മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പൂവാടി പൂതിർന്നു പോയി, കർത്താവിൻ്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങൾ പ്രസംഗിച്ച വചനം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് സ്തോത്രം പത്യോവചനം, പത്യോപദേശം. ഹല്ലേലൂയ. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നീ പ്രവാചകനായിരിക്കും, ആത്മീയനായിരിക്കും, ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന. ഈ കൽപ്പന വിട്ടുകളഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. പിന്നെ സ്തോത്രം, സ്തോത്രം. വ്യക്തമായി പത്രോസ് പഠിപ്പിക്കുക.
സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുപാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ വചനമാണ് നിലനിൽക്കുന്നത്. സകല ജഡവും പുല്ലുപോലെയും പൂ പോലെയും. ഒരു മനുഷ്യായുസിനെ പൂവിനോട്, പുല്ലിനോട്. സ്തോത്രം, സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ ചില സെക്കൻഡുകൾ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ യാത്രാ സ്ഥലത്തോ ഒന്നിൽ വിശ്രാമ സ്ഥലത്തോ നമ്മൾ പോകേണ്ടി വരും. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാക്കുകളെ ഞാനിവരെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ, വീണ്ടും ജനനം പ്രാപിച്ചവൻ, ജനിച്ച കുഞ്ഞു വളരണം. വളരാനായിട്ട് തടസ്സമായി നിൽക്കുന്ന അഞ്ചക്ക പാപങ്ങൾ, ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, തുണ, ഇത് നീക്കിക്കളയണം. ഇത് നീക്കിക്കളഞ്ഞിട്ട് വേണം മായമില്ലാത്ത പാലായ അപ്പോസ്തലോപദേശം കേൾക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും ഒക്കെ. അത് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ സ്വത്രം എന്തോ സംഭവിക്കും? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, തുണ ഇവ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ പാലുള്ളിൽ ചെല്ലത്തില്ല. കുടിക്കും കുറച്ച്, പക്ഷെ കക്കി പോരും. ഉള്ളിൽ ദുഷ്ടിരിക്കുക, ചതിയിരിക്കുക, വഞ്ചനയിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച വ്യക്തികൾ ഈ പാപം കൊടികുത്തി വാഴുക. അത് വിട്ടുകളയണം. നമ്മൾ ആ പാപപ്രവൃത്തികൾ വിട്ടുകളയണം. പാപം ചെയ്യാതെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിത്യതയിൽ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. സ്തോത്രം. അത് പല വേദഭാഗങ്ങളിൽ ആ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വിഷയപ്രവചനത്തിലുണ്ട്, മറ്റു ചില പ്രവചന പുസ്തകങ്ങളിലുണ്ട്. കർത്താവ് അത് ജനത്തെ പ്രസംഗിച്ച് കേൾപ്പിച്ചതാണ്. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പൂവാടി, പൂ ഉതിർന്നു പോയി. ജീവൻ്റെ വചനം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വചനത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോക്കോ, വചനം നമ്മളെ രക്ഷിക്കും. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം നമ്മെ സൂക്ഷിക്കും, പരിപാലിക്കും. കൃപയ്ക്കുള്ളിൽ പൊതിയും, ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞിരുന്നോണം. ഹല്ലേലൂയ. എത്ര മനോഹരമായ നിലയിലാണ് വീണ്ടും ജനനം എന്ന സബ്ജക്റ്റും അത് വീണ്ടും ജനിച്ച് വളർച്ച പ്രാപിക്കണമെന്നുള്ളതും, വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശനം. ചുമ്മാ കിടന്ന് പോലെ ബഹളം വെച്ചുള്ളൊന്നും കരയില്ല. ഈ CPM ചെയ്യുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആലിയും ബഹളവും. അത് കഴിയുമ്പോൾ എല്ലാവരും ഉണ്ട തിന്നേണ്ടി വരും, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. പോട്ടെ, ഞാൻ വചനത്തിലേക്ക് വന്ന് കൺക്ലൂഷൻ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം എന്തുകൊണ്ടും മനോഹരമായിരുന്നു. അത് അനുഗ്രഹവും നന്മയും വിടുതലുമായി നമുക്കെല്ലാവർക്കും തീരട്ടെ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താൽ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം ലേഖനങ്ങളിലൂടെ തന്നത് യൂദയുടെ ലേഖനം മുതൽ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. അത് വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ചെറിയ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ ആത്മീയമായി ഉള്ളത്തി അനുഗ്രഹിക്കട്ടെ. ഈ 5ാമത്തെ എപ്പിസോഡ് എല്ലാവരും നിശ്ചയമായി കേൾക്കണം. ശൈശവാവസ്ഥ വിടണം, ദുഷ്ടത വിടണം, ചതി വിടണം, വ്യാജഭാവം വിടണം, അസൂയ വിടണം, നുണ വിടണം. ഇത് വിട്ടിട്ട് സ്വത്രം രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ക്രിസ്തു ജീവിതം നയിക്കുമ്പോൾ കാഹളം ധ്വനിച്ചാൽ കർത്താവിൻ്റെ സദയിൽ നമുക്ക് എടുക്കപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാരണ്ടിയില്ല. രക്ഷിക്കപ്പെട്ടതുകൊണ്ടായില്ല, സ്നാനപ്പെട്ടതുകൊണ്ടായില്ല, പരിശുദ്ധ അഭിഷേകം പ്രാപിച്ചതുകൊണ്ടായില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ നിർമ്മലതയിലും അനുദിനം ജീവിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തരട്ടെ.
അതിലുള്ള ആത്മീകമായ ജ്ഞാനം കർത്താവ് നമുക്ക് തരട്ടെ. അതിലുള്ള എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.